വേവ്സ് ഓഫ് കേരളയിൽ നമ്മൾ നിൽക്കുന്ന ഒരു വിഭവ കാഴ്ചയായിട്ടല്ല, ഒരു കാഴ്ച വിഭവമായിട്ടാണ്. നമ്മളിന്ന് നിൽക്കുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. ഇത് 1931 പണികഴിപ്പിച്ച തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്ന KSRTC ബസ് ടെർമിനൽ. കുട്ടികൾക്കുമുള്ള രാത്രികാല അഭയ കേന്ദ്രം 8ാം നിലയിലാണ്. പ്രവർത്തന സമയം വൈകുന്നേരം 5 മുതൽ രാവിലെ 7 വരെ. കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള രാത്രികാല അഭയ കേന്ദ്രം. ഒരേ സമയം 50 പേർക്കുള്ള വിശ്രമ സൗകര്യം, ശീതീകരണ മുറികൾ, ഭക്ഷണം, TV, സെക്യൂരിറ്റി, കിച്ചൺ, കുളിമുറി, AC റൂം. പ്രവർത്തന സമയം വൈകുന്നേരം 5 മുതൽ രാവിലെ 7 മണി വരെ. സേവനങ്ങൾ സൗജന്യം. പ്രത്യേകം ശ്രദ്ധിച്ചോളണം, KSRTC ബസ് സ്റ്റാൻഡിന്റെ 8ാമത്തെ നിലയിൽ. ഇതാണ് രഞ്ജിത, നമ്മുടെ എൻ്റെ കൂടെ എന്ന സംരംഭത്തിന്റെ മൊത്തം ഇൻചാർജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മളിപ്പോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുവാണ്, നമ്മൾ എൻ്റെ കൂടിലേക്ക് വരുമ്പോഴത്തേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു റൂം ഇവിടെ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്താണ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടെ താമസിക്കാവുന്നതാണ്. സൗജന്യമായി താമസിക്കാവുന്നതാണ്. ഒരു അങ്ങനെ ബുക്കിംഗ് ഫോർമാലിറ്റീസ് അങ്ങനെ ഒന്നുമില്ല. ബുക്കിംഗ് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. വന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ പേര്, ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ, പിന്നെ ID പ്രൂഫ് മസ്റ്റ് ആണ്. അത് മസ്റ്റ് ആണ് അല്ലേ? ID ഏതെങ്കിലും ഒരു ID മസ്റ്റ് ആണ്. ഇത്രേ ഉള്ളൂ, വേറെ ഒരു ഫോർമാലിറ്റീസും ഇല്ല. ഓക്കെ. അപ്പം എത്ര വയസ്സിന് താഴെയുള്ള, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഏജ് ക്രൈറ്റീരിയ? ആൺകുട്ടികളുടെ കാര്യത്തിൽ 12 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്ക്, ബാക്കി എല്ലാ സ്ത്രീകൾക്കും മാത്രം, കുട്ടികൾക്കും. എത്ര ടൈം തൊട്ട് എത്ര ടൈം വരെ? ടൈം ലിമിറ്റ് ഞാൻ പുറത്ത് എഴുതിയിരുന്നത് കണ്ടു, അത് അതുപോലെയാണ്. 5 മണി മുതൽ വൈകുന്നേരം 5 മണി മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെയാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. രഞ്ജിതയ്ക്കും ഇപ്പൊ 7 മണി വരെ ഇവിടെ ചാർജ് ഉള്ളൂ. 5 മണി തൊട്ട് 5 മണി വരെ. ചേച്ചി ഉണ്ടല്ലോ അല്ലേ താഴെ? നല്ല തണുപ്പുണ്ടല്ലേ. TV സൗകര്യം ഉണ്ട്, നമുക്ക് നല്ല കൂളിംഗ് ആണ് അല്ലേ. പക്ഷേ AC ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. AC നമ്മുടെ വീട്ടിൽ പോലും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ചൂട് കാലത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അല്ലേ. എത്ര AC ഉണ്ട്? 2 AC അകത്തും ഉണ്ട്. ഒരു TV ഉള്ളൂ. വിശ്രമിക്കാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയാണ് ടിവിയുടെ എണ്ണം കുറച്ചേക്കുന്നത്. അതെന്തായാലും കൊള്ളാം. ഇതെന്തിനാണ് ഈ ചെയർ, ഈസി ചെയർ? എല്ലാവർക്കും ഇരിക്കാൻ പൊതുവെ പ്രായമേറിയ അവർക്ക് വേണ്ടി കംഫർട്ടായിട്ട്.
പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയർ എന്നാണ് പറയുന്നത്. ഇച്ചിരി പ്രായമായി. അയ്യോ കൊള്ളാം കേട്ടോ. 2 ചെയറേ ഉള്ളൂ അല്ലേ? 2 പേരായിരിക്കും ഇരുന്നത്. എൻ്റെ അമ്മേ. അപ്പൊ ഇരിക്കാനുള്ള സൗകര്യം, TV, AC, കുടിക്കാനുള്ള സൗകര്യം, പിന്നെ വാഷ് ബേസിൻ, എല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വലിയൊരു ഗ്ലാസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതാണോ ടോയ്ലറ്റ്? സെപ്പറേറ്റ്, ഒന്ന് ഇന്ത്യൻ, ഒന്ന് യൂറോപ്യൻ. രണ്ട് ഫെസിലിറ്റിയും ഉണ്ട്. ഇത് ഇന്ത്യൻ. ഈ കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഇവിടെ സ്ത്രീകളോടൊപ്പം കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കുവേ എല്ലായിടത്തും ഓടി നടന്ന് കളിക്കാം. എല്ലാ സൗകര്യവും കണ്ടു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ട് 2 ദിവസമായി അല്ലേ? 2 ദിവസമായിട്ട് ഇതുവരെ ആൾക്കാർ വന്നു തുടങ്ങിയോ? ഇന്നലെ ഒരു സുധാമണി വന്നായിരുന്നു. ഇന്നും ഇവിടുത്തെ ക്വാളിറ്റി കൊണ്ടാവണം ഇന്നും അവർ എത്തിയിട്ടുണ്ട്, വീണ്ടും എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഒരാളും കൂടി ഉണ്ട്. അപ്പൊ 2 പേര് ടോട്ടൽ വന്നിട്ടുണ്ട് അല്ലേ? ഉള്ളൂ. ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ലോക്കറാണ്. ലോക്കർ ഫെസിലിറ്റിയും ഉണ്ട്. ഫുഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു നേരത്തെ ആഹാരം. ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം രാത്രി കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ തമ്പാനൂരിലേക്ക് വന്നെത്തി ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്ക് ഒട്ടും പരിഭ്രമിക്കാതെ നമുക്ക് നേരെ എൻ്റെ കൂടിലേക്ക് വരാം. ഫുൾ സെക്യൂരിറ്റി ആണ്, ഒരു പ്രശ്നവും ഇല്ല. PSC എഴുതാൻ വരുന്നവർക്കും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കാം. അപ്പം അക്കമ്പനി ചെയ്ത് വരാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ടും തന്നെ പേടിക്കണ്ട, നേരെ എൻ്റെ കൂടിലേക്ക് ഇങ്ങനെ വന്നാൽ മതി. ഫുള്ള് വനിതാ പോലീസിന്റെ ഒരു ഇതാണ്. 24 മണിക്കൂറും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ നോക്കിയിട്ട്. ഫുൾ സെക്യൂരിറ്റി ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ടും സ്ത്രീജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം എന്ന് പറയാം.